ഇഴഞ്ഞു നീങ്ങുന്ന സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കുക, നഗരത്തിലെ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആം ആദ്മി പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നാം അനുഭവിക്കുന്ന ദുരിതം, ഈ നഗരവാസികൾ അനുഭവിക്കുന്ന ദുരിതം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുക, മേയറുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവർക്ക് സമർപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പാർട്ടിയുടെ ഞങ്ങളുടെ ഈ ചടങ്ങിന്റെ ലക്ഷ്യം. അശാസ്ത്രീയമായ സ്മാർട്ട് സിറ്റി നിർമ്മാണം മൂലം ദുരിതമനുഭവിക്കുന്ന തിരുവനന്തപുരം നഗരവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും എത്രയും പെട്ടെന്ന് സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം പൂർത്തിയാക്കി തിരുവനന്തപുരം ജനതയെ വെള്ളക്കെട്ടിൽ നിന്ന് മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷമായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന CPM എന്ന പാർട്ടിയും അതിന്റെ പ്രതിനിധികളായ മേയറാകുന്ന പല മേയർമാരെയും നമ്മൾ കണ്ടു. 25 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം അതിന്റെ നേതൃത്വം നൽകുന്ന മേയർമാരും പുറത്തിറങ്ങി നടക്കാൻ യോഗ്യരല്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കോർപ്പറേഷൻ മാർച്ച് ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജു ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സ്ഥാനത്തിന് അർഹയല്ല എന്ന് ദിവസം തോറും അവരുടെ പ്രവർത്തികൾ മൂലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സ്മാർട്ട് സിറ്റി ഫണ്ട് വന്നിട്ട് 5-6 വർഷത്തോളമായി. ഈ ഒരു ജൂൺ കൂടി കഴിഞ്ഞാൽ ഈ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് തിരികെ പോകുന്ന ഈ അവസാന നിമിഷത്തില് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നൊരു ഡ്രാമ കാണിച്ചുകൊണ്ട് ഈ മഴക്കാലത്ത് നമ്മുടെ റോഡുകളെ സ്മാർട്ട് റോഡുകളാക്കാൻ ഇറങ്ങിത്തിരിച്ച ഇവരുടെ ധൈര്യത്തിന് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം തിരുവനന്തപുരം നഗരനിവാസികളെ അവർക്കെതിരെ ഒരു ശതമാനം സഹതാപമില്ലാതെ ജൂൺ 2-ന് സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികളെ യാതൊരു കൺസിഡറേഷനും ഇല്ലാതെ വഞ്ചിക്കുന്ന നടപടികൾ എടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് സമയമില്ല, അവർ പലതിന്റെയും പുറകിലാണ്, അവർ ഇലക്ഷന്റെ പുറകിലാണ്. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ആരാണ് ഇവിടെ സംസാരിക്കാൻ നിൽക്കുക? ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ പിന്തുടർച്ചക്കാരായ തിരുവനന്തപുരം നഗരത്തിലെ AAP പ്രവർത്തകരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്താൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത നടപടികളിലേക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് റോഡ് നിർമ്മിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ പഴയ റോഡിന് തിരിച്ചു തന്നേക്കൂ. നമുക്ക് സ്മാർട്ട് റോഡൊന്നും ഇപ്പൊ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള കോർപ്പറേഷൻ അങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണ സംവിധാനം കോർപ്പറേഷനിൽ എന്ന് വന്നു ചേരുന്നോ അന്ന് മാത്രമേ ഇത്തരത്തിലുള്ള പുരോഗമനാത്മകമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഈ നഗരത്തിൽ നടപ്പാകുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കോർപ്പറേഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോഡില് മെറ്റൽ കുന്നുകൂടി കിടക്കുകയാണ്. ബൈക്ക് യാത്രക്കാർ എത്ര അപകടകരമായ രീതിയിലാണ് അവിടെ ബൈക്ക് ഓടിക്കുന്നത്. അവരുടെ ജീവന് ഒരു പുല്ലുവിനാലും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ?
നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലവ് കാണിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ കൂടെ നിന്ന് ദയവ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളോട്. അല്ലാത്ത പക്ഷം ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ സമരം തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്കെതിരെ പ്രചരണം നടത്തുക തന്നെ ചെയ്യും. കഴിവുകെട്ട സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വിളിച്ചു പറയുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രതിഷേധ പരിപാടി ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കാലപൂർവ്വ ശുചീകരണം എന്നൊരു ഏർപ്പാടുണ്ട്. മഴയെത്തുന്നതിന് മുമ്പ് മഴയൊന്നുണ്ടാകാൻ ഇടയുള്ള വെള്ളക്കെട്ടുമുള്ള ആഘാതം തടയുവാൻ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടതുണ്ട്. അതിനൊരു വലിയ സംവിധാനം ഈ കോർപ്പറേഷൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുണ്ട്. അതുമായി വൃത്തിയായിട്ട് നടത്തേണ്ട ജോലിക്കാരുണ്ട്. 100 കണക്കിന് ജോലിക്കാരുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് കാലാകാലങ്ങളിൽ നിശ്ചിത സമയങ്ങളിൽ മഴക്കാലത്തിന് മുമ്പായിട്ട് നടപ്പിലാക്കേണ്ട ശുചീകരണ പ്രവർത്തനം നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെന്തിനാണ് ഇങ്ങനെ ഒരു നഗസഭ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ കണ്ടോളൂ, കണ്ടോളൂ. തിരിച്ചറിയൂ നാട്ടാരെ, തിരിച്ചറിയൂ നാട്ടാരെ, തിരിച്ചറിയൂ നാട്ടാരെ. മാതൃക നിങ്ങൾ കണ്ടോളൂ, ആം ആദ്മി മാതൃക നിങ്ങൾ പിന്തുടരൂ, പിന്തുടരൂ. രക്ഷിക്കൂ, രക്ഷിക്കൂ, നഗരത്തെ രക്ഷിക്കൂ. ഇൻക്ലാബ് സിന്ദാബാദ്. കണ്ടോളൂ, കണ്ടോളൂ. മാതൃക നിങ്ങൾ കണ്ടോളൂ. AP മാതൃക നിങ്ങൾ പിന്തുടരൂ, രക്ഷിക്കൂ. നഗരത്തെ രക്ഷിക്കൂ. ഇവരുടെ